ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻ ദ ഫിഗർ QR by QS equal to QT by PR and angle 1 equal to angle 2. Show that PQS similar to TQR. അപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ്. അപ്പോൾ ഈ ആംഗിൾ 1നും ആംഗിൾ 2നും ഓപ്പോസിറ്റുള്ള സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1നും ഓപ്പോസിറ്റ് ആരാ? PR. ഓക്കെ, ആംഗിൾ 2 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. ഇതിന് ഓപ്പോസിറ്റ് ആരാ? QP. ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് PR ഈക്വൽ ടു QP. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഐസോസിലസ് ട്രയാംഗിൾ ആണ് ആ PQR എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇനി തന്നിട്ടുണ്ട് QR by QS ഈക്വൽ ടു QT by PR. PR എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാ? QPക്ക് ഈക്വലാ. അപ്പൊ PRന്റെ സ്ഥാനത്ത് ഞാൻ ആരെ കൊടുത്തു? QPനെ കൊടുത്തു. യൂസിങ് 1 ഇക്വേഷൻ നമ്പർ 1 വെച്ചിട്ട് QR by QS. അപ്പൊ ഞാൻ എഴുതിയൊക്കെ ഒന്ന് മായ്ച്ചു തരാം, എന്നിട്ട് ആ സൈഡുകൾ ഏതൊക്കെ നമുക്കൊന്ന് റൈസ് ചെയ്യാം, നോക്കാം. QR എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ലൈൻ ബൈ QS ഈ ചെറുത്. ഇനി QT എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത്, QP എന്ന് പറഞ്ഞത് ഈ ചെറുത്. ഓക്കെ, ആ രണ്ട് സൈഡിന്റെയും ഇടയിലുള്ള ആംഗിൾ അല്ലേ ഈ 1 എന്ന് പറയുന്നത്? അത് രണ്ട് ട്രയാംഗിളിനും കോമൺ അല്ലേ? ആർക്കൊക്കെ? PQSനും TQRനും കോമൺ അല്ലേ ആംഗിൾ എന്ന് പറയുന്നത്? അപ്പോൾ ആംഗിൾ PQS ഏതൊക്കെ ട്രയാംഗിൾ? PQSും TQRും കേട്ടോ. ആംഗിൾ PQS ഈക്വൽ ടു ആംഗിൾ TQR എന്താ? കോമൺ ആംഗിൾ ആണ്. അപ്പൊ നോക്കിയേ, രണ്ട് സൈഡിന്റെ റേഷ്യോ ഏതൊക്കെയാണ് ട്രയാംഗിൾ എന്ന് കണ്ടോ? PQSും TQRും. ഓക്കെ, ട്രയാംഗിൾ കണ്ടില്ല നിങ്ങൾ? PQS TQR, അതിൽ QSും QRും, QPയും QTയും. ആംഗിൾ Q എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. അപ്പൊ രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള കോണും ഇൻക്ലൂഡഡ് ആംഗിൾ സെയിം ആണ്. രണ്ട് സൈഡിന്റെ റേഷ്യോ സെയിം ആണ്. ആ റേഷ്യോ സെയിം ആയിട്ടുള്ള സൈഡുകൾക്കിടയിലുള്ള കോണ് ഈക്വൽ ആണ്. അപ്പോ SAS സിമിലാരിറ്റി ക്രൈറ്റീരിയ പ്രകാരം ട്രയാംഗിൾ PQS സിമിലർ ടു ട്രയാംഗിൾ TQR. ഓക്കെ.